നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഇഞ്ചി വൈനാണ്. ഈ വൈൻ തയ്യാറാക്കണതിൽ നമ്മൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റ് ചേർക്കണില്ല, അതുപോലെ തന്നെ ഷുഗർ ചേർക്കണില്ല. ഒറ്റ ദിവസം മതി ഈ വൈൻ തയ്യാറാക്കി. ഇന്ന് കാലത്ത് തയ്യാറാക്കി കഴിഞ്ഞ് രാത്രി ആകുമ്പോഴേക്കും നമുക്കിത് യൂസ് ചെയ്യാം. അത്രയും ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വൈനാണ് ഇപ്രാവശ്യം ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്നത്. ഇത് 1/2 കിലോ ഇഞ്ചിന് ഞാൻ എടുത്തുള്ളത് തൊലി കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചതിന് കഴുകി അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണമാക്കാം. അപ്പം മിക്സിയിൽ അരച്ചെടുക്കാം. അത്ര അധികം ഫൈൻ ആവണ്ട, എന്നാലും അതിൻ്റെ ജ്യൂസ് കിട്ടണ സൈസ് അരച്ചെടുക്കാം. ഇതെല്ലാം ഇങ്ങനെ ചെറിയ കഷ്ണമാക്കാം. ഇഞ്ചി വൈൻ നല്ലതാണ്, നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ഹെൽത്തി വൈനാണിത്. ഇതിൽ പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഈ വൈനിലേക്ക് ഷുഗർ ചേർക്കണില്ല, ഈസ്റ്റ് ചേർക്കണില്ല, അതുപോലെ ഇൻസ്റ്റൻ്റായിട്ട് ഒരു ദിവസം കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അതൊക്കെയാണ് ഈ വൈൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ. നമ്മളെല്ലാവരും ഈ ക്രിസ്മസിന് ഇത് തയ്യാറാക്കണം. ഇതുപോലെ നമ്മൾ 21 ദിവസം കെട്ടിവയ്ക്കൊന്നും വേണ്ട. ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ നമുക്കിത് യൂസ് ചെയ്യാം. ക്രിസ്മസിൻ്റെ സ്പെഷ്യലാണ്. നമുക്ക് ക്രിസ്മസ് വിഭവങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വൈൻ കഴിച്ചാൽ മതി. നമ്മൾ നല്ല കംഫർട്ടാവും. ബോഡിക്ക് വളരെ ഹെൽത്ത്ഫുള്ളായിട്ടുള്ളൊരു വൈനാണിത്. അതിനുവേണ്ടി നമ്മൾ ഷുഗർ ഒഴിവാക്കിയുള്ളത്. ഷുഗർ കൊണ്ട് ഇത് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഷുഗർ ഒഴിവാക്കിയിട്ടാണ് തയ്യാറാക്കുന്നത്. ഈസ്റ്റും ഇതിലേക്ക് ചേർത്തിട്ടില്ല. 1/2 കിലോ ഇഞ്ചി ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട്, കണ്ട. ഇനി ഇതൊക്കെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇതല്ലാതെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി അരച്ചിട്ട് കൊണ്ടുവരാം ഞാൻ. ഇത്രയായിട്ട് ഇനി രണ്ടാമത് നമുക്ക് പിന്നെ അടിച്ചിട്ടെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് അരയ്ക്കാം. ഒരു 1/2 ഗ്ലാസോളം വെള്ളം ചേർത്താൽ മതി. അപ്പം നമുക്ക് അടിച്ചു കൊണ്ടുവരാം. ഇതുപോലെ ഒരു പരുവത്തിൽ ഇങ്ങനെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ച് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. ഒരു അരിപ്പയില അല്ലെങ്കിൽ തുണിയിൽ അരിച്ചെടുക്കാം. തുണി ഇങ്ങനെ ഉള്ളിലേക്ക് കുനിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിപ്പ വെച്ചത്. ഇത് നമുക്ക് ഇതിലേക്ക് മാറ്റാം. നമുക്കിത് തുണി കൊണ്ട് ഇതിങ്ങനെ പിടിച്ച് പിഴിഞ്ഞെടുക്കാം. ഇഞ്ചി നീര് നമ്മുടെ ശരീരത്തിന് എത്തുന്നത് നല്ലതാണല്ലോ. അത് കാരണം ഷുഗർ ഈസ്റ്റൊക്കെ ഒഴിവാക്കി ഞാൻ വൈൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇഞ്ചിയിൽ അരിച്ചെടുത്തപ്പോൾ പിടിച്ചിട്ടുള്ളത് ഇത് നമുക്ക് കളയേണ്ട കാര്യമില്ല. നമുക്ക് ഇഞ്ചാമ്പുളിയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. ഒരു ശർക്കരയും പുളിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നല്ലൊരു ഇഞ്ചാമ്പുളി തയ്യാറാക്കാം. അതിപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് കിട്ടിയ ഇഞ്ചി ജ്യൂസ് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയിലാണ് ഇപ്പോൾ ഇരിക്കണം. ഇത് നമ്മൾ ഒരു 1/2 മണിക്കൂറോളം അനങ്ങാണ്ട് ഇങ്ങനെ വെക്കണം. നല്ല റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഇഞ്ചിക്കാരെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് നമുക്കിത് അടിയിൽ കാണാം. അത് ഊറി വരുമ്പോൾ നമുക്ക് കാണാം. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. അപ്പോൾ വൈൻ്റെ ടേസ്റ്റൊക്കെ പോവും. അപ്പോൾ നമ്മളിത് ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇഞ്ചി വൈൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസാലകൾ എടുക്കാം. അത് പട്ട, ഒരു 10-15 ഗ്രാമ്പൂ, ഒരു 10-12 ഏലക്കായ, അതൊക്കെ നമ്മൾ ചെറിയ ഉരക്കല്ലിലിട്ട് ചതച്ചിട്ട് ഇപ്പം ഞാൻ കൊണ്ടുവരാം. എല്ലാതും ഞാൻ നല്ലോണം ഒന്ന് കുത്തി ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ട. അപ്പോഴതിൻ്റെ മസാലയുടെ ടേസ്റ്റൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുള്ളൂ. നമ്മൾ ഇനി ഇത് 2 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കണം, നല്ലോണം തിളപ്പിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 5-10 വറ്റൽമുളക്. അത് നമുക്കും ഇതിൽ പൊട്ടിച്ചിടണം. വെള്ളം തിളപ്പിക്കണതിൽ പൊട്ടിച്ചിടണം. വറ്റൽമുളക് ചെറുതാക്കിയിട്ടിടാം. വൈന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർക്കണം. നമ്മൾ ഈസ്റ്റൊന്നും ചേർക്കണില്ലല്ലോ. അതും ചേർക്കാം. 2 ലിറ്റർ വെള്ളം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ശർക്കര നീരിന് ഒരു 3 കപ്പ് ചേർക്കാം. പഞ്ചസാര ചേർത്തിട്ടാവുമ്പോൾ വൈനിന് നല്ല വൈറ്റ് കളറാവും. പിന്നെ കാരമലൈസ് ചെയ്താലാണ് വൈനൊരു കളർ മാറും. ഇത് ശർക്കരയുടെ കളർ ചേർക്കുമ്പോൾ നല്ലൊരു കളറായിട്ട് കിട്ടും വൈൻ്റെ. അപ്പോൾ ഒരു 3 കപ്പോളം ഞാൻ ചേർക്കേണ്ട, എന്നാൽ ആ വൈനൊരു നല്ലൊരു മധുരം കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഇളക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് മറിയട്ടെ. അപ്പോൾ നമുക്കിതൊന്ന്
മൂടി വയ്ക്കാം. നല്ലോണം ഒന്ന് തിളച്ച് വരണ്ട് നോക്കണം. ഇത് കണ്ട നല്ലോണം അങ്ങനെ തിളച്ച് ഞാൻ എൻ്റെ മൂടിയെ മാറ്റി, അല്ലെങ്കിൽ തിളച്ച് ഇങ്ങനെ മറിഞ്ഞു പോവും. അപ്പോൾ ഞാൻ എൻ്റെ മൂടിയെ മാറ്റി ആദ്യം. അപ്പോൾ ഇതിങ്ങനെ 10 മിനിറ്റ് നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേ ഇതിലത്തെ ഉണക്കമുളകിൻ്റെ എരിവും അതുപോലെ ഏലക്കായരിയും പട്ട ഗ്രാമ്പൂൻ്റെ ഒക്കെ ടേസ്റ്റ് വൈനിക്ക് ഇറങ്ങുള്ളൂ. അപ്പോഴേ നമ്മുടെ വൈൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ. നമുക്ക് തീ ഒന്ന് സിമ്മിലിടാം. അപ്പോൾ ഇങ്ങനെ തിളച്ച് ഇങ്ങനെ കിടന്നോളും. ഒരു 10 മിനിറ്റ് തിളയ്ക്കണം. കണ്ട ഇഞ്ചിയുടെ അടിയിൽ മട്ട് കണ്ട തെളി മാത്രമാണ് നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിത് പതുക്കെ അനക്കാണ്ട് കൊണ്ടുപോയിട്ട് ആ തിളച്ചിരിക്കണ നമ്മൾ വെള്ളം അതുപോലെ മസാലകളൊക്കെ ഇട്ട് തിളക്കിണ്ടല്ലോ അതിലേക്ക് ഒഴിക്കാം. പതുക്കെ ഒഴിക്കാം. ഇതിങ്ങനെ കാണുന്നതാണ് ഇഞ്ചിക്കാരം. ഇത് നമ്മൾ അതിൽ ചേരാൻ പാടില്ല. കണ്ട ഇതിങ്ങനെ ഊറിയുള്ളതാണ്. ഇത് ചേർന്ന ഒരു ഇഞ്ചിയുടെ ഒരു ചുണപ്പ് വരും. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം ഒന്നിനി തിളയ്ക്കട്ടെ. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് മറിയട്ടെ. അപ്പോഴാണ് ഇഞ്ചിയും നമ്മുടെ സ്പൈസസൊക്കെ ചേർന്ന് നല്ലൊരു വൈൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. നല്ലൊരു എരിവും രുചിയും എല്ലാം ഉണ്ടാവും. ശർക്കര നീരാണ് ഞാൻ ചേർത്തുള്ളത്. അധികമാണെന്ന് തോന്നണവർക്ക് 2 കപ്പ് ചേർത്താൽ മതി. ഞാൻ നല്ല മധുരം ഇഷ്ടപ്പെടുന്ന ആളായ കാരണമാണ് 3 കപ്പ് ചേർത്തത്. അപ്പം നല്ലോണം തിളക്കുന്നുണ്ട്. കണ്ട നല്ലോണം തിളക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീ ഒന്ന് സിമ്മിലിടാം. അപ്പോൾ അതിങ്ങനെ തളിയൊന്നും ഇങ്ങനെ നിൽക്കട്ടെ. അപ്പം തിളച്ച് ഇഞ്ചി നീരും ഇതൊക്കെ നല്ലോണം ഒന്ന് യോജിക്കട്ടെ. മൂടി വെച്ചത് തിളച്ച് പോകട്ടെ. കാരണം ഇങ്ങനെ തന്നെ ഇട്ടിട്ട് തിളക്കട്ടെ. ഇത് നല്ലോണം തിളച്ചിട്ട് ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കാം. അതിൽ ഷുഗർ ഉണ്ടോ അത് കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേർക്കാം. അപ്പോൾ എനിക്ക് 3 കപ്പ് നല്ലോണം പാകമായിട്ട് തോന്നി. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സമയത്ത് വേണമെങ്കിൽ ഇനിയും ചേർക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് യോജിച്ചതിന് ശേഷം നമുക്കൊന്ന് ഓഫ് ചെയ്ത് ആവിയൊക്കെ പോകുമ്പോൾ അതിൽ ലിഡെടുത്തിട്ട് മൂടാം. അല്ലെങ്കിൽ ആവി വെള്ളം വീണ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇങ്ങനെ കേടാവും. വെള്ളം വീഴാൻ പാടില്ല ഇനി. അപ്പോൾ ഇനി ഇത് ചൂടാറിയതിന് ശേഷം മൂടി വയ്ക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് അരിച്ചിട്ട് അതിലേക്ക് നാരങ്ങ നീര് 1/2 കപ്പോളം ചേർക്കണം. ഇപ്പം നമ്മൾ ചൂടാറാൻ വെച്ചതാണ്. അത് നോക്കി ചൂടാറിയപ്പോൾ ഇതുപോലെ ഇഞ്ചിയുടെ വൈൻ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം തണുത്തുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. നല്ലോണം വെയിലത്ത് വെച്ച് ഉണങ്ങിയ പാത്രമാവണം. അതുപോലെ തന്നെ അരിപ്പി അതുപോലെ നല്ലോണം ഉണങ്ങിയതായിരിക്കണം. ഇതുപോലെ നല്ലോണം ഉണങ്ങിയ പാത്രം ഇങ്ങനെ വെച്ച് നമുക്ക് ഇതിൽ കൊറ്റനൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. സ്പൈസസിൻ്റെ എല്ലാ ടേസ്റ്റ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ വൈനിക്ക്. ഇനി നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട്, ഇത് പുളിയില്ലാത്തതാണല്ലോ ഇഞ്ചി, അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് 4-5 ചെറുനാരങ്ങയുടെ നീര്, അതായത് 1/4 കപ്പ് ചെറുനാരങ്ങയുടെ നീര് നമുക്ക് എടുക്കാം. 1/4 കപ്പ് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർക്കണം. എന്നാലും നമ്മുടെ വൈനിന് നല്ല പുളി ടേസ്റ്റ് കിട്ടുള്ളൂ. 1/4 കപ്പ് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർക്കണം. 4 വലിയ ചെറുനാരങ്ങ ഉണ്ടായാൽ ഒരു 1/4 കപ്പ് നീര് കിട്ടുള്ളൂ. അത് നമ്മൾ നീര് പിഴിഞ്ഞ് അരിച്ചെടുക്കണം, കുരുവൊക്കെ പെടാണ്ട്. എന്നിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഇതിലേക്കൊരു ചില്ലി ബൗൾ എടുത്തിട്ട് വേണമെങ്കിൽ നമ്മൾ എടുത്ത് വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ഒഴിച്ചിട്ട് വെച്ചിട്ട് തെളിഞ്ഞതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ഇഞ്ചി വൈനുള്ളത്. ഇതിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്തുള്ളത് ശർക്കരയും അതുപോലെ തന്നെ ഇഞ്ചിയും ചെറുനാരങ്ങയുടെ നീരും മാത്രമുള്ളൂ. അല്ലാണ്ട് ഷുഗറോ ഈസ്റ്റോ ഒന്നും ചേർക്കാത്ത നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഞ്ചി വൈനാണിത്. ഇത് നല്ലോണം അമർത്തി അടയ്ക്കണ്ട, ഒന്ന് ലൂസായിട്ട് വെച്ചാൽ മതി. ഈസ്റ്റ് ഇല്ലാത്ത കാരണം അത്രയും അങ്ങോട്ട് സ്ട്രോങ് ഉണ്ടാവില്ല. എന്നാലും നമ്മൾ അധികം അടച്ച് വെക്കരുത്. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ 3 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ തെളിയെടുത്ത് നോക്കാം. 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ കണ്ടില്ലേ, നമ്മൾ മാറ്റി വെച്ച ഇഞ്ചി വൈനിലിങ്ങനെ ഇഞ്ചിയിൽ ഇത് മട്ടൊക്കെ ഇങ്ങനെ അടിഞ്ഞുണ്ട്. ഇത് പിന്നെ ഏറ്റവും കൂടി ദിവസം കുറച്ചും കൂടിയും ക്ലിയർ ആവും. നമുക്ക് യൂസ് ചെയ്യാം. എന്നാലും നല്ല ക്ലിയറായി കിട്ടണമെങ്കിൽ ഇങ്ങനെ ഇരുന്നാലാണ് ക്ലിയർ ആവും. ഇതിലും അടിഞ്ഞുണ്ട്, ഇതിലും അടിഞ്ഞുണ്ട്. ഇനി നമുക്ക് വൈൻ സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ഇഞ്ചി വൈൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വൈനാണിത്. ഇത് കുട്ടികൾക്ക് വരെ കൊടുക്കാം. ഈസ്റ്റും അതുപോലെ ഷുഗറും ചേർക്കാത്ത കാരണം കുട്ടികൾക്ക് വരെ 1 ഔൺസ് വെച്ച് കൊടുക്കാം.
വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വൈനാണ്. നല്ല ഔഷധ ഗുണമുള്ളതും ചെറുതായിട്ടൊരു എരിവും പിന്നെ പുളിയൊക്കെ ഉള്ളൊരു വൈനാണിത്. 7 ദിവസം 3 ദിവസം ഒന്നും ആവശ്യമില്ല, ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വൈൻ തയ്യാറാക്കാം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.